എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 3 മുറികളുള്ള ഒരു വീട് പോലെയാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതമെന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അതിന് കാരണം നമ്മുടെ ജീവിതത്തിനുള്ളിൽ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള 3 ജീവിതങ്ങൾ കൂടി നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോഴാണ്. അപ്പോൾ വീട് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ജീവിതമായിട്ട് കാണാം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഉള്ളിലുള്ള 3 മുറികൾ എന്തൊക്കെയാണ് എന്നുള്ളതല്ലേ നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള 3 ജീവിതങ്ങളെ കൈകാര്യം ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഈ യാത്ര മുന്നോട്ട് പോകുന്നത്. ഈ 3 കാര്യങ്ങളും കൂടിച്ചേരുന്നതിൻ്റെ ആകത്തുകയാണ് നമ്മളെന്ന് പറയുന്നത്. അത് ഏതൊക്കെയാണെന്നല്ലേ? അതിൽ ഒന്നാമത് പറയാനുള്ളത് നമ്മുടെ പബ്ലിക് ലൈഫിനെ കുറിച്ചാണ്. മറ്റൊന്ന് പേഴ്സണൽ ലൈഫാണ്. മൂന്നാമത് വളരെ പ്രധാനപ്പെട്ട സീക്രട്ട് ലൈഫ്. പബ്ലിക് ലൈഫും പേഴ്സണൽ ലൈഫും സീക്രട്ട് ലൈഫും കൂടിച്ചേർന്ന ഒന്നാണ് നമ്മളെന്ന് പറയുന്ന ഒരു വ്യക്തി, നമ്മുടെ ജീവിതവും. അപ്പോൾ ഈ 3 കാര്യങ്ങളെക്കുറിച്ചും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കാം എന്ന് കരുതിയാണ് ഈ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇതിൽ പബ്ലിക് ലൈഫിനെ കുറിച്ച് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. എന്താണ് പബ്ലിക് ലൈഫിൽ ഉൾപ്പെടുന്നത്? ഞാൻ നിങ്ങളോടിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതില്ലേ, അത് എൻ്റെ പബ്ലിക് ലൈഫിൻ്റെ ഭാഗമാണ് അല്ലേ? നമ്മുടെ ചുറ്റുമുള്ള ആളുകളോട്, നമ്മുടെ ബന്ധുക്കളോട്, നമ്മുടെ സുഹൃത്തുക്കളോട്, നമ്മുടെ നാട്ടുകാരോട്, അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ഇറങ്ങിയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളാവട്ടെ, നമ്മൾ പറയുന്ന വാക്കുകളാവട്ടെ, ഇതൊക്കെ നമ്മുടെ പബ്ലിക് ലൈഫിൻ്റെ ഭാഗമാണ്. ഒരു പൊളിറ്റീഷ്യൻ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകൻ സമൂഹത്തിൽ ഇറങ്ങിയിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് അയാളുടെ പബ്ലിക് ലൈഫിൻ്റെ ഭാഗമാണ്. ഒരു കലാകാരൻ തൻ്റെ കലാവിരുത് സമൂഹത്തിന് മുന്നിൽ പ്രകടിപ്പിക്കുമ്പോൾ അത് പബ്ലിക് ലൈഫിൻ്റെ ഭാഗമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ മുന്നിൽ അല്ലെങ്കിൽ സമൂഹത്തിന് മുന്നിൽ നമ്മൾ പ്രകടിപ്പിക്കുന്ന നമ്മുടെ ചിന്തകളാവട്ടെ, നമ്മുടെ പ്രവൃത്തികളാവട്ടെ, നമ്മുടെ വാക്കുകളാവട്ടെ, ഇതൊക്കെ പബ്ലിക് ലൈഫിൻ്റെ ഭാഗമാണ്. ഇവിടെ പബ്ലിക് ലൈഫിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? ഇവിടെ നമ്മൾ അംഗീകരിക്കപ്പെടുകയും ചെയ്യും, വിമർശിക്കപ്പെടുകയും ചെയ്യും. ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അത് ഉൾക്കൊള്ളുന്ന ആളുകളുണ്ടാകും അല്ലേ? അംഗീകരിക്കാൻ പറ്റുന്ന ആളുകളുണ്ടാവും, അംഗീകരിക്കാൻ പറ്റാതെ അതിനെ വിമർശിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. പബ്ലിക് ലൈഫിൽ മറ്റുള്ളവർക്കാണ് സ്വാതന്ത്ര്യം. നമ്മൾ ചെയ്യുന്ന വാക്കുകളും പ്രവൃത്തികളും മറ്റുള്ളവർക്ക് വിമർശിക്കുവാനും അംഗീകരിക്കുവാനുമുള്ള ഒരു സ്പേസ് അവിടെയുണ്ട്. അംഗീകരിക്കുന്നവരെ നമുക്ക് സ്വീകരിക്കാം, വിമർശിക്കുന്നവരെ നമ്മൾ മാറ്റി നിർത്തുകയല്ല വേണ്ടത്, നമുക്ക് അത് ഉൾക്കൊള്ളാനും ഒപ്പം വിമർശിക്കുന്നവർ പറയുന്ന കാര്യങ്ങളിൽ ഒരാത്മപരിശോധന നടത്തുവാനും നമുക്ക് കഴിയണമെന്നുള്ളതാണ്. പബ്ലിക് ലൈഫിൽ നമ്മൾ ഇടപഴകുന്ന രീതി അതിന് വലിയ പ്രാധാന്യമുണ്ട്. നമ്മുടെ ജീവിത വിജയവുമായിട്ട് അത് കണക്റ്റഡാണ്. അതിന് കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വലിയ വിജയങ്ങളൊക്കെ നേടിയിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ ജീവിച്ചു പോകുമ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് മോശമായിട്ടുള്ള ചില പ്രവൃത്തികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, വാക്കുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കും. ഉയർന്ന് അങ്ങേ തലക്കെത്തിയ പല ആളുകളും താഴേക്ക് നിലംപൊത്തിയത് പലപ്പോഴും പബ്ലിക് ലൈഫ് നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ കഴിയാതെ പോയത് കൊണ്ടാണ് എന്ന് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പബ്ലിക് ലൈഫിന് വലിയ പ്രാധാന്യമുണ്ട്. നല്ല വ്യക്തിയാവുക, മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്ന, അംഗീകരിക്കുന്ന രീതിയിൽ നമ്മുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തിയെടുക്കുക എന്നതൊക്കെ ജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തേണ്ടതുണ്ടോ എന്നൊക്കെ ഒരു ചിന്ത മനസ്സിലൂടെയൊക്കെ കടന്നു പോകും. പക്ഷേ അതൊന്നുമല്ല. ചില കാര്യങ്ങളിൽ നമ്മളൊരു മികച്ച വ്യക്തിയായി സമൂഹത്തിന് മുന്നിൽ നിലനിൽക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യകതയാണ് എന്ന് മനസ്സിലാക്കി നല്ല രീതിയിൽ നമ്മുടെ പബ്ലിക് ലൈഫ് മാനേജ് ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇനി രണ്ടാമത് പേഴ്സണൽ ലൈഫാണ്. ഇവിടെ പബ്ലിക്കുകൾക്ക്, അതായത് സമൂഹത്തിലുള്ള മറ്റുള്ള ആളുകൾക്ക് വലിയ റോളൊന്നുമില്ല. കാരണം എന്താണ്? നമുക്കറിയാം, പേഴ്സണൽ ലൈഫ് എന്ന് പറയുമ്പോൾ തന്നെ അത് നമ്മുടെ വ്യക്തിപരമായ കാര്യമാണ്. ഞാൻ എന്ത് ഡ്രസ്സ് ഇടണം എന്നത് എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ താല്പര്യമാണ്. അവിടെ നിങ്ങൾക്ക് റോളൊന്നുമില്ല. ഞാൻ എന്ത് ഭക്ഷണം കഴിക്കണം എന്ന് തീരുമാനിക്കുന്നത് അത് എൻ്റെ ഇഷ്ടമാണ് അല്ലേ? ബാക്കിയുള്ളവർക്ക് അതിൽ തീരുമാനമില്ല. അപ്പം നമ്മുടേതായിട്ടുള്ള ചില ഇഷ്ടങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പേഴ്സണൽ ലൈഫ് എന്ന് പറയുന്നത്. എപ്പോൾ ഉറങ്ങണം, എപ്പോൾ എഴുന്നേൽക്കണം, നമ്മൾ എന്ത് ചെയ്യണം, ഏത് പുസ്തകം വായിക്കണം,
രാവിലെ എഴുന്നേറ്റ് എക്സർസൈസ് ചെയ്യണോ ചെയ്യണ്ടയോ? ചില ആളുകൾക്ക് രാവിലെ എഴുന്നേറ്റ് ചെയ്യാൻ ഇഷ്ടമുണ്ടാവും, ചില ആളുകൾക്ക് 8 മണി വരെ കിടന്ന് ഉറങ്ങേണ്ടി വരും. അപ്പോൾ എനിക്കതാണ് ഇഷ്ടമെന്ന് പറഞ്ഞാൽ അതാണ് തീരുമാനം. അപ്പോൾ അതിൽ ബാക്കിയുള്ളവർക്ക് വലിയ റോളൊന്നുമില്ല. എന്നിരുന്നാലും കുറച്ച് ആളുകൾക്കൊക്കെ റോൾ ഉണ്ട് എന്ന് പറയാൻ പറ്റും അല്ലേ? ഇപ്പം നമ്മുടെ പാർട്ട്ണർ, നമ്മുടെ മക്കൾ, നമ്മളിപ്പോൾ ഒരു ഡ്രസ്സ് വാങ്ങിക്കാൻ നിന്നു എന്നാൽ ചില ആളുകൾക്ക്, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മളത് മാറ്റിപ്പിടിക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ള വളരെ കുറച്ച് പ്രിയപ്പെട്ട ആളുകൾക്ക് മാത്രമേ പേഴ്സണൽ ലൈഫിൽ സ്വാധീനം ചെലുത്താൻ പറ്റുകയുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമ്മുടേതായിട്ടുള്ള ചിന്തകളും കാഴ്ചപ്പാടുകളും നമ്മുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് പേഴ്സണൽ ലൈഫ് എന്ന് പറയുന്നത്. എന്നിരുന്നാൽ പോലും അതും മികച്ച രീതിയിൽ തന്നെ രൂപപ്പെടുത്തേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിന് അടുക്കും ചിട്ടയും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതം കുറെ കൂടി ബെറ്റർ ആവുകയുള്ളൂ. നമ്മുടെ ജീവിതം വിജയിപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാനപരമായ ഘടകങ്ങളിലൊന്നാണ് നമ്മുടെ ജീവിതത്തിൽ അടുക്കും ചിട്ടയും ഒക്കെ ഉണ്ടാക്കി ഒരു കരുത്തുറ്റ അടിത്തറയൊക്കെ രൂപപ്പെടുത്തി മുന്നോട്ട് പോവുക എന്ന് പറയുന്നത്. അപ്പോൾ പേഴ്സണൽ ലൈഫ് അങ്ങനെ അലങ്കോലമാക്കി മാറ്റുകയല്ല. നമുക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് കരുതിയിട്ട് അതിനെ അലംഭാവം കാണിക്കാനുള്ളതല്ല, അത് മികച്ച രീതിയിൽ രൂപപ്പെടുത്തുക എന്ന ഉത്തരവാദിത്വവും നമുക്കെല്ലാവർക്കും ഉണ്ട്. അപ്പോൾ എല്ലാവരുടെയും പേഴ്സണൽ ലൈഫ് കൂടി ബെറ്റർ ആക്കാൻ ശ്രമിക്കാം. ഇനി മൂന്നാമത് പറയാനുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്, അതായത് സീക്രട്ട് ലൈഫ്. നമുക്കെല്ലാവർക്കും നമ്മുടേതായിട്ടുള്ള ഒരു രഹസ്യ ജീവിതമുണ്ട് അല്ലേ? ഇല്ല എന്ന് പറയാൻ പറ്റില്ല. എല്ലാ മനുഷ്യനും ഉണ്ട് അവനവൻ്റേതായിട്ടുള്ള ചില സ്വകാര്യതകൾ. ആ സ്വകാര്യതകൾ ആരോടും പറയാറില്ല. എന്തൊക്കെയാണ് അതിൽ ഉൾക്കൊള്ളുന്നത്? മറ്റുള്ളവരോട് പറയാൻ കഴിയാതെ കുറേ സങ്കടങ്ങളുണ്ടെന്നേ നമുക്കൊക്കെ. മറ്റുള്ളവരോട് പറയാൻ കഴിയാതെ എന്തൊക്കെയോ വിങ്ങലുകൾ നമ്മൾ സൂക്ഷിക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെ ചില നഷ്ടങ്ങൾക്ക് മുന്നിൽ പതറിക്കിടക്കുന്നുണ്ട്, പക്ഷെ ആരോടും പറയാൻ കഴിയില്ല. നമ്മൾ പ്രതീക്ഷിച്ച പലതും ജീവിതത്തിൽ നേടാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ ഭാരം നമ്മുടെ മനസ്സിനുണ്ട്, പക്ഷെ ആരോട് പറയാനാണ്? അതൊക്കെ അവനവൻ്റെ സ്വകാര്യതയാണ്. ഒരു വലിയ ബിസിനസ്സൊക്കെ തുടങ്ങി നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയായിരുന്നു. പെട്ടെന്ന് ബിസിനസ് നഷ്ടത്തിലേക്കാവുകയും അത് പരാജയപ്പെടുകയും ചെയ്തു. പിന്നെ വലിയ ബാധ്യതകളിലേക്ക് ഒരാൾ പെട്ടുപോകുമ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് എന്തുകൊണ്ടാണ് ആത്മഹത്യകളൊക്കെ ചെയ്തിട്ടുള്ളതെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? കാരണം അവരുടെ മനസ്സിന് താങ്ങാൻ പറ്റാത്തൊരു ഭാരമായിട്ട് ആ നഷ്ടം മാറിയതുകൊണ്ടാണ്. ചില അവഗണനകൾ നമ്മുടെ മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിക്കും അല്ലേ? ആ അവഗണനയ്ക്ക് മുന്നിൽ തകർന്നു പോയ മനുഷ്യന്മാരുണ്ട്. നഷ്ടപ്പെട്ടു പോയ പ്രണയത്തിൻ്റെ പേരിൽ ജീവിതം അവസാനിപ്പിച്ച എത്രയോ ആളുകളുണ്ട്. എന്തുകൊണ്ടാണ് അവരെ അവസാനിപ്പിച്ചത്? മറ്റുള്ളവർക്ക് കളിയാക്കാൻ എളുപ്പമാണ്, പക്ഷേ ആ നഷ്ടത്തിൻ്റെ ഭാരം അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല. ഓരോ മനുഷ്യനും അവരുടെ മാനസികമായ തകർച്ചയുടെ ഭാരം താങ്ങാനുള്ള കപ്പാസിറ്റി വ്യത്യസ്തമാണ്. എനിക്കുള്ളതുപോലെയല്ല നിങ്ങൾക്കുള്ളതുപോലെയല്ല മറ്റൊരാൾക്ക്. നമ്മളെല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള മെൻ്റൽ കപ്പാസിറ്റി ഉള്ളവരാണ്. ഊതി വീർപ്പിക്കുന്ന ബലൂൺ പോലെയാണ് നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത്. ഒരു പരിധിയുണ്ട് എയർ താങ്ങാനുള്ള ബലൂണിൻ്റെ കപ്പാസിറ്റി. അതൊരു പരിധി വിട്ടു കഴിഞ്ഞാൽ അത് പൊട്ടിത്തെറിക്കും. നമ്മുടെ മനസ്സും അങ്ങനെ തന്നെയാണ്. കുറേയൊക്കെ നമ്മൾ അതിജീവിച്ച് നിൽക്കും, പക്ഷേ മനസ്സിൻ്റെ ഭാരം ഒരു പരിധി വിട്ടു കഴിഞ്ഞാൽ പൊട്ടിപ്പോകും. അവിടെയാണ് പല ജീവിതങ്ങളും തീർന്നു പോകുന്നത്. ഒരുപാട് കാർഷിക മരണങ്ങൾ പണ്ടുണ്ടായിട്ടില്ലേ? എന്തുകൊണ്ടാണ്? അവർക്ക് അതിൻ്റെ ഭാരം താങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അപകടം പിടിച്ചൊരു ഏരിയയാണ് നമ്മുടെ സീക്രട്ട് ലൈഫ് എന്ന് പറയുന്നത്, നമ്മുടെ സ്വകാര്യ ജീവിതം എന്ന് പറയുന്നത്. ആരോടും പറയാതെ മനസ്സിൻ്റെ ഉള്ളിൽ ഒതുക്കി വെച്ചിരിക്കുന്ന നമ്മുടെ എല്ലാ ചിന്തകളും, നമ്മുടെ സങ്കടങ്ങളും സമ്മർദ്ദങ്ങളും ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ്. അതിനെ മറികടക്കാൻ, അതിനെ അതിജീവിക്കാൻ ഒരു മനുഷ്യന് സാധിക്കണം. അതിന് നമ്മുടെ മെൻ്റൽ കപ്പാസിറ്റി ബിൽഡ് ചെയ്യുക എന്നത് മാത്രമേ വഴിയുള്ളൂ. ചിലപ്പോൾ ഭൂതകാലത്തിൽ എവിടെയൊക്കെയോ വെച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം ഇപ്പോഴും നമ്മളിങ്ങനെ ചുമന്നു കൊണ്ട് നടക്കുന്നുണ്ടാവുക. അപ്പം മനസ്സ് അസ്വസ്ഥമാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു കാര്യവും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റില്ല. നമ്മൾ വലിയ സങ്കടത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ വീടിന് പുറത്തിറങ്ങാൻ പറ്റില്ല. ഒരു കടയിൽ പോയിട്ടൊരു സാധനം വാങ്ങിക്കാൻ പോലും പറ്റില്ല. കാരണം എന്താണ്? ഒരാളുടെ മുഖത്ത് നോക്കിയിട്ടൊരു കാര്യം സംസാരിക്കാൻ പോലും പറ്റില്ല. അങ്ങനെയൊക്കെ നിമിഷങ്ങൾ നിങ്ങളുടെയൊക്കെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. എൻ്റെയൊക്കെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. ചില പ്രശ്നങ്ങൾ, ചില സങ്കടങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിന് പുറത്തേക്ക് പോലും ഇറങ്ങാൻ പറ്റാത്ത വിധം നമ്മൾ ലോക്കായി പോവും, ഒതുങ്ങിപ്പോവും, വല്ലാതെ ഡിപ്രഷനിലേക്ക് പോവും, വലിയ തകർച്ചകൾ ജീവിതത്തിലുണ്ടാവും. അപ്പോൾ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മെൻ്റൽ കപ്പാസിറ്റി ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത്. ഏത് പ്രശ്നങ്ങൾക്കിടയിലും ജീവിതത്തെ ശക്തമായിട്ട് പിടിച്ചു നിർത്താൻ കഴിയുന്ന ഒരു ചിന്തകളും കാഴ്ചപ്പാടുകളും ഒക്കെ നമുക്ക് രൂപപ്പെടുത്താൻ പറ്റണം. അല്ലാതെ സ്വകാര്യത നിറഞ്ഞ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സങ്കടങ്ങൾ ആരോടും പറയാൻ കഴിയാതെ വിധം ഇങ്ങനെ വിങ്ങി വീർപ്പിച്ച് മനസ്സിൻ്റെ ഉള്ളിൽ ഒതുക്കി നിർത്തി ഇങ്ങനെ ജീവിച്ചു തരികയല്ല വേണ്ടത്. അതിന് പകരം പറ്റുമെങ്കിൽ ആരെയെങ്കിലും നമ്മൾ കണ്ടെത്തുക,
മനസ്സിൻ്റെ ഉള്ളിലുള്ള ഭാരമൊക്കെ ഇറക്കി വയ്ക്കാൻ പാകത്തിൽ ആരെയെങ്കിലും നമുക്ക് കണ്ടെത്താനാവണം. പക്ഷേ പലപ്പോഴും ആരോടും പറയാൻ പറ്റാത്ത വിധം സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളെ പേറിയിട്ടാണ് മനുഷ്യൻ ജീവിക്കുന്നതെന്ന് കാണാൻ പറ്റും. അതിന് മെൻ്റൽ കപ്പാസിറ്റി ബിൽഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ പ്രശ്നങ്ങളിൽ നമ്മുടെ ജീവിതം തകർത്ത് കളയരുത് എന്ന ചിന്ത ഉണ്ടായിരിക്കുക. ആകെയുള്ളത് ഒരു ജീവിതമാണ്. അത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ തിങ്ങിക്കൂടി കിടക്കുന്ന സങ്കടങ്ങൾക്ക് മുന്നിൽ തകർന്നു പോകാനുള്ളതല്ല എന്ന ഉയർന്ന മൂല്യമുള്ള ചിന്തകളെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരിക. ഏതായാലും ഈ 3 ജീവിതമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആകത്തുക എന്ന് പറയുന്നത്. പബ്ലിക് ലൈഫ്, പേഴ്സണൽ ലൈഫ്, സീക്രട്ട് ലൈഫ്. ഈ 3 ജീവിതങ്ങളും കൂടിച്ചേർന്നിടത്താണ്, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ആകെ തുകയാണ് നമ്മളെന്ന് പറയുന്ന വ്യക്തി. നമ്മുടെ ജീവിതത്തിൻ്റെ ചരിത്രം എഴുതി പിടിപ്പിക്കുമ്പോൾ ഈ 3 ജീവിതങ്ങളെയും നമ്മൾ മുഖവിലയ്ക്ക് എടുക്കേണ്ടി വരും. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കാം നമ്മുടെ ജീവിതത്തിൻ്റെ ജയപരാജയങ്ങളും നമ്മൾ നേടിയ നേട്ടങ്ങളും നമ്മൾ സഞ്ചരിച്ച വഴികളും നമ്മൾ ആസ്വദിച്ച ജീവിതത്തിൻ്റെ നിമിഷങ്ങളുമൊക്കെ രൂപപ്പെട്ടിട്ടുണ്ടാവുക. അതുകൊണ്ട് നമ്മുടെ പബ്ലിക് ലൈഫ് മെച്ചപ്പെടുത്തുക, നമ്മുടെ പേഴ്സണൽ ലൈഫ് മെച്ചപ്പെടുത്തുക, നമ്മുടെ സീക്രട്ട് ലൈഫ് അത് കുറേ കൂടി മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുക. എല്ലാവർക്കും അതിന് കഴിയട്ടെ. മറ്റൊരു പുതിയ വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി.